ഇനി മീനക്കൂറാണ്, പീസസ് എന്നാണ് അതിന് പറയുക. പൂരുരുട്ടാതിയുടെ അവസാനത്തെ ഒരു പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നതാണ് മീനക്കൂറ്. 6-ാം ഭാവത്തിലാണ് ഇവർക്ക് സൂര്യൻ വരുന്നത്. അത് ജോലി ഭാരം വർദ്ധിപ്പിക്കും, അതുപോലെ തന്നെ ഉത്തരവാദിത്വങ്ങൾ കൂടും. എന്നാൽ അത് അതിനനുസരിച്ചുള്ള അംഗീകാരങ്ങളും കിട്ടും. ശനി ലഗ്നത്തിലാണ്, 7.5 ശനിക്കാലമാണ്. അച്ചടക്കത്തിനും അതുപോലെ ക്ഷമ ഒക്കെ പരീക്ഷിക്കുന്ന ഒരു കാലം കൂടിയാണ്. അത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. എന്നാൽ ഇതൊക്കെയാണെങ്കിൽ പോലും 5-ാം ഭാവത്തിൽ ഉച്ചസ്ഥനായിട്ടുള്ള വ്യാഴം, ലഗ്നപതിയായി കൂടി ആയിട്ടുള്ള വ്യാഴം ഉണ്ട് എന്നുള്ളത് തനിക്കുള്ള പല കഴിവുകളും പ്രകടിപ്പിക്കാൻ, അതായത് സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകളെയൊക്കെ പ്രകടിപ്പിക്കാൻ സാധിക്കും. ഗവേഷണത്തിലോ അധ്യാപനത്തിലും അതുപോലെ IT മുതലായിട്ടുള്ള മേഖലകളിലും കലാമേഖലയിൽ ജോലി ചെയ്യുന്ന, മീഡിയയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒക്കെ പ്രത്യേകമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ചില കുറവുകൾ ലഗ്നത്തിലെ ശനിയും 6-ലെ സൂര്യനും ഒക്കെ കുറച്ച് ആധികൂല്യം സൃഷ്ടിക്കും. എങ്കിലും ഈ വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി കാരണം പല ഇതുപോലുള്ള നേട്ടങ്ങളും ഇതോടൊപ്പം തന്നെ ഉണ്ടാവുന്നതാണ്. ധനപരമായിട്ട് നില ക്രമേണ മെച്ചപ്പെട്ട് വരുന്നതായിട്ട് കാണാം. മക്കളുടെ വിദ്യാഭ്യാസത്തിനും ഒക്കെ വേണ്ടിയിട്ട്, അതുപോലെ ഗൃഹത്തിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ചിലവുകൾ കൂടുതലായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്ന് ഇപ്പോൾ ഗുണം ചെയ്യുന്നില്ലെങ്കിൽ പോലും ദീർഘകാലത്തേക്കുള്ള നിക്ഷേപങ്ങൾ പിന്നീട് അത് ഫലം നൽകുന്നത് തന്നെയാണ്. എന്നാൽ ചിലവുകളിലൊക്കെ കുറച്ചുകൂടെ അച്ചടക്കം പാലിക്കേണ്ടതാണ്. ധനക്കമ്മി വരാവുന്ന ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കുക. ആരോഗ്യം പൊതുവെ തൃപ്തികരം തന്നെയാണ്. ദഹന സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. സമയബന്ധിതമായിട്ടുള്ള വ്യായാമവും ഭക്ഷണക്രമവും ശീലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. അത് നിലനിൽക്കും. മക്കളുടെ നേട്ടത്തിലും മറ്റുമൊക്കെ സന്തോഷം തോന്നും. കുടുംബത്തിലുള്ളവർ എല്ലാവരും ചേർന്ന് മക്കളുടെ പരീക്ഷാ വിജയത്തിലും മറ്റുമൊക്കെ ആസ്വദിക്കാനും അല്ലെങ്കിൽ അതിൽ സന്തോഷിക്കാനും ഒക്കെ ഇടവരും. ആത്മീയ പരിപാടികളിലോ ഒക്കെ ഒന്നിച്ച് കുടുംബസമേതം പോകാൻ ഉള്ള സാഹചര്യങ്ങളുണ്ടാകും. ദാമ്പത്യത്തിലും അനുകൂലമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് കാണുന്നത്. ഇവർക്ക് ഒരു പരിഹാരമായിട്ട് പറയാവുന്നത് ശ്രീ മഹാവിഷ്ണുവിനെ ആരാധിക്കുക, അതുപോലെ ആ മന്ത്രങ്ങൾ ജപിക്കുക. അഷ്ടാക്ഷര മന്ത്രങ്ങളോ വൈഷ്ണവമായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അന്നദാനം ചെയ്യുന്നതും നല്ലതാണ്. വിദ്യാർത്ഥികൾക്കും അതുപോലെ വളരെ പ്രായമായിട്ടുള്ള ദമ്പതിമാർക്ക് ദാനം, വസ്ത്രാദികൾ, ഭക്ഷണാദികളുമൊക്കെ ദാനം ചെയ്യുന്നതും വളരെ ശ്രേയസ്കരമായിട്ട് ഭവിക്കുന്നതാണ്. നമസ്കാരം.